ദസ്ന, ഈ ഏതാണ്ട് സമാനമായ രീതി തന്നെയാണ് അവിടെയും, അല്ലെങ്കിൽ സ്ഥിതി തന്നെയാണ് അവിടെയെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ ജില്ലകളിലും അങ്ങനെ തന്നെയാണ് കേൾക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മലയോര മേഖലകളിൽ കുറച്ച് കൂടുതലായിട്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്ന് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനിയും ഈ ജലജന്യ രോഗങ്ങളുമൊക്കെ. അതിന് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ രേഷ്മയോട് വേണം കൂടുതലും ചോദിച്ച് മനസ്സിലാക്കാൻ. കാരണം ഇടുക്കി ഏറെക്കുറെ രോഗശൈലിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ബെഡിൽ തന്നെയാണ് പൂർണ്ണമായും. ഇനി കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്? അനു സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലം എത്തി, അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ വ്യാപകമായി ഉയരുന്നൊരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുത്താൽ 7000-ഓളം പേരാണ് വിവിധ സർക്കാർ ആശുപത്രികളിലും വിവിധ സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സ തേടിയിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തത്തിന്റെ വ്യാപനവും ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടെ കഴിഞ്ഞ മാസത്തെയൊക്കെ തന്നെയും കണക്കെടുത്ത് നോക്കിയാൽ 130-ലധികം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ച ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച 2 പേർ മരിക്കുകയും എലിപ്പനി ബാധിച്ച ഒരാൾ മരണമടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. വലിയൊരു രീതിയിലുള്ള ആശങ്ക തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഈ ജനങ്ങൾക്ക് ഉള്ളത്. കാരണം മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഐസുരതി അടക്കമുള്ള ഭക്ഷണ പാനീയങ്ങൾ കഴിഞ്ഞ ഇടയിൽ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വെള്ളത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത രോഗങ്ങൾ പടരുന്നത് എന്ന ആരോഗ്യ വകുപ്പ്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞപ്പിത്തം വളരെയധികം സൂക്ഷിക്കണമെന്നൊരു കാര്യം ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം എന്നൊരു കാര്യവും ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഭക്ഷ്യ സുരക്ഷാ സേനയുടെ പരിശോധനയൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള ആശങ്ക തന്നെയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഇത്തരത്തിൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ചികിത്സാ സഹായം അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നൊരു പരാതിയും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ 3-ാം വാർഡിലടക്കം ഈ പനി രോഗികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് വരുന്ന രോഗികൾക്ക് കിടക്കാൻ പോലും ഇടമില്ലാത്തൊരു പരാതിയും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പുറത്ത് കിടത്തി ചികിത്സിക്കുന്നു എന്നൊരു പരാതിയും വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സമാനമായി സാധാരണക്കാരായി, അത് തീരദേശവാസികളൊക്കെ തന്നെയും ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ബീച്ച് ആശുപത്രി. ബീച്ച് ആശുപത്രിയുടെയും സ്ഥിതി വ്യത്യസ്തമല്ലാനോ. ബീച്ച് ആശുപത്രിയിലും ചികിത്സിക്കുവാനുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ രോഗാവസ്ഥയിൽ വരുന്ന ആളുകളെ പരിശോധിക്കുവാനുള്ള സംവിധാനമില്ല എന്നൊരു പരാതിയും വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മൂന്നാമതായി എടുത്തു പറയുകയാണെങ്കിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായി കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ടുണ്ടാവുന്ന പ്രദേശമാണ്. മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടക്കാത്തത് മൂലം ഈ വെള്ളക്കെട്ടിലൊക്കെ തന്നെയും മാലിന്യങ്ങൾ ഉണ്ടാവുന്നു. ഈ മാലിന്യങ്ങളിൽ കൊതുക് മുട്ടയിടുകയും അവ പെരുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ എലികളുടെ വളർച്ചയ്ക്കും ഈ മാലിന്യം, ഈ വെള്ളക്കെട്ടിൽ നിന്നും എലികളൊക്കെ തന്നെയും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇവിടെയൊക്കെ തന്നെയും ശാശ്വതമായ ഒരു രീതിയിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മലയോര മേഖല, പ്രത്യേകിച്ച് കൊടുവള്ളി, കുന്നമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വ്യാപകമായി ഡെങ്കിപ്പനി അടക്കം പടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ അങ്ങനെയാണ് കോഴിക്കോടിന്റെ അവസ്ഥ.